ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്യാരമൽ ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി കാണാം. അപ്പോൾ പാലാണ് വേണ്ടത്. ആദ്യം തന്നെ പാല് നല്ല പോലെ തിളപ്പിച്ച് വെക്കണം. ഞാനപ്പോൾ ഷുഗറിന് പകരം കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ടിന്നിൻ്റെ ഒരു ടിൻ ഒഴിച്ചു കൊടുത്തു. അപ്പോഴത്തേക്കും മധുരം എനിക്ക് ബാലൻസ് ആയിട്ട് വന്നു. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ ഷുഗർ ഇട്ട് കൊടുക്കാം. പക്ഷേ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറൊക്കെ ആട്ടോ, നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് ഉണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. അതില്ലെങ്കിൽ ഷുഗർ ഇട്ട് കൊടുത്താലും ഒരു കുഴപ്പമില്ല. അപ്പോൾ പാല് നല്ലപോലെ തിളപ്പിച്ച് ഈ വെള്ളം ഒന്ന് വറ്റിക്കണം പാലിലെ. അപ്പോഴാണ് കൂടുതൽ നല്ല ടേസ്റ്റോടെ കിട്ടുന്നത്. അതുകൊണ്ട് വെള്ളമൊക്കെ വറ്റിച്ച് പാല് നല്ലപോലെ തിളച്ചു, അത് മാറ്റി വെച്ചു. പിന്നെ വേണ്ട ഒരു ഐറ്റം ബ്രെഡാണ്. അപ്പോൾ ബ്രെഡിൻ്റെ ഈ ബ്രൗൺ ഭാഗമില്ലേ, അത് കട്ട് ചെയ്ത് കളയും. കാരണം വൈറ്റ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അന്നേരം പുഡിങ്ങിനൊരു കളറ് കിട്ടാനൊക്കെ അതാണ് നല്ലത്. അതുകൊണ്ടാണ് അത് മുറിച്ച് കളയുന്നത്. അല്ലാതെ അത് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഈ ചൂട് പാല് ബ്രെഡിലേക്ക് ഒഴിച്ചു കൊടുത്ത് ബ്രെഡ് കുതിരാൻ വെച്ച് ഈ പാലിൽ. അപ്പോൾ അത് നല്ല പോലെ കുതിർന്ന് കിട്ടും. എന്നിട്ട് ഇത് തണുപ്പിക്കാൻ വെക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ഒരു 3 മുട്ട എടുത്ത് ഈ 3 മുട്ടയും കൂടെ തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ചു. നിങ്ങൾ ബ്രെഡ് എടുക്കുന്ന അനുസരിച്ച് മുട്ടയുടെ അളവ് കുറയ്ക്കണം. ഞാനിപ്പോൾ 3 എണ്ണം എടുത്തിട്ടുണ്ട്. 2 എണ്ണമൊക്കെ ആണെങ്കിലും ഒരു കുഴപ്പമില്ല. അതിനുശേഷം തണുത്ത് വന്ന ഈ ബ്രെഡിൻ്റെ പാലില്ലേ, ഒഴിച്ച മിക്സിയില്ലേ, ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. അത് തണുത്തതിന് ശേഷം ഇടാവുള്ളൂ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചൂടോടെ ഇട്ട് കൊടുത്താൽ മിക്സിയുടെ ജാറിൽ നിന്ന് എല്ലാം കൂടെ തെറിച്ച് പോകും. അതുകൊണ്ടാണ് എന്തൊരു സാധനം ഒഴിക്കുകയാണെങ്കിലും തണുത്തിട്ട് മാത്രമേ മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ അടിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതും ഇട്ട് കൊടുത്ത് പിന്നെ മുട്ട പൊട്ടിച്ച് 3 മുട്ടയും കൂടി ഇട്ട് കൊടുത്തു. ഈ മുട്ടയുടെ ഉളുമ്പുമണം മാറാൻ വേണ്ടി നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ഇടണേ, അതും ഇടാൻ നല്ലതാണ്. പക്ഷേ ഞാനിപ്പോൾ വാനില എസൻസ് ആട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. മുട്ടയുടെ ആ ഒരു ഉളുമ്പ് സ്മെല്ലൊക്കെ ഇല്ല, അതൊക്കെ മാറി കിട്ടും. അപ്പോൾ ഞാനതുകൊണ്ട് വാനില എസൻസ് ഒഴിച്ചു കൊടുത്തു. അത് ഒരു നുള്ളു മതി. നമ്മളെടുക്കുന്ന മുട്ടയുടെ അളവനുസരിച്ച് നമുക്ക് അതൊക്കെ ചേഞ്ച് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം അപ്പച്ചെമ്പിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ വെള്ളവും വെച്ച് അപ്പച്ചെമ്പി വെള്ളം ചൂടാവാനായിട്ട് ഓൺ ചെയ്ത് വെച്ചു. ഓവനിൽ വേണേലും ഉണ്ടാക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം മിക്സിയുടെ ജാറിൽ ഇത് നല്ല പോലെ അടിച്ചെടുത്തു. അപ്പോഴത്തേക്കും ക്യാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗർ ഇട്ടു. എനിക്കിവിടെ ഒരു പണി പാളി. ഞാൻ ക്യാരമൽ ചെയ്യാൻ ഷുഗർ ഇട്ട് കൊടുത്തപ്പം വെള്ളവും കൂടെ ആഡ് ചെയ്തു. വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ഒരാവശ്യമില്ല. ചെറു തീ വെച്ച് ഷുഗർ പതിയെ ചൂടാക്കുമ്പോഴത്തേക്കും ക്യാരമലായി മാറും. ഞാൻ പക്ഷേ വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്തോ ഒരു അബദ്ധത്തിൽ അങ്ങനെ ചെയ്തു പോയി. അപ്പോൾ വെള്ളം കൂടിപ്പോയി. എൻ്റെ ആവശ്യമില്ല. ഷുഗർ മാത്രം ഇട്ടിട്ട് ബ്രൗൺ ഷുഗറോ വൈറ്റ് ഷുഗറോ ഒക്കെ എടുക്കാട്ടോ, കുഴപ്പമില്ല. ചെറു തീയിലാക്കി ക്യാരമൽ ചെയ്തെടുക്കുക. ആ ഒപ്പം തന്നെ ഉണ്ടാക്കുന്ന പാത്രവും കൂടെ വെക്കണം. പെട്ടെന്ന് കട്ടയാവും. അതുകൊണ്ടാണ് പാത്രം അവിടെ വെക്കണമെന്ന് പറയുന്നത്. എന്നിട്ട് ഡയറക്റ്റ് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് പാത്രം ഫുള്ളും ആക്കിയിട്ട് പിന്നെ നമ്മൾ മിക്സിയുടെ ജാറിൽ അടിച്ച് വെച്ചിരിക്കുന്ന ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാൻ ക്യാരമൽ ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ മുകളിലേക്കായിട്ട് മിക്സിയിൽ അടിച്ച് വെച്ചേക്കുന്ന ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പോഴത്തേക്കും അപ്പച്ചെമ്പി വെള്ളം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ അപ്പച്ചെമ്പിലോട്ട് സൂക്ഷിച്ചെടുത്ത് വെക്കണേ, കൈയൊന്നും പൊള്ളല്ലേ. എന്നിട്ട് അടച്ച് വെച്ച് 30 മിനിറ്റ് എടുത്തു കേട്ടോ എനിക്ക് വേവാനായിട്ട്. ഒരു 30 മിനിറ്റ് അടച്ച് വെച്ച് ഒരു മീഡിയം തീയിൽ വേവിച്ചെടുക്കുകയാണ്. വെള്ളം നല്ലപോലെ തിളച്ചതായതുകൊണ്ട് മീഡിയം തീയിൽ, വെള്ളം തിളച്ചിട്ടില്ല, ഫുൾ തീ തന്നെ വെച്ചു. ഇത് കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. എനിക്ക് ആ ക്യാരമൽ മാത്രം പണി പാളി. അതുകൊണ്ടാണ് കളർ കുറഞ്ഞു പോയത്. നിങ്ങളത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട. കട്ടയായിട്ട് തോന്നിയാൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ ക്യാരമൽ പെട്ടെന്ന് തന്നെ ലൂസായി പോരും, ഒരു കുഴപ്പമില്ല. നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. നല്ല ടേസ്റ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. ഭയങ്കര സിമ്പിളാണ്. ഇങ്ങനെ വേണേ ഇങ്ങനെ കഴിക്കാം, അല്ല തണുപ്പിച്ച് കഴിക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരം ഇതൊന്ന് ഫ്രിഡ്ജിലെടുത്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. ക്യാരമൽ മാത്രമേ പണി പാളിയുള്ളൂ, ബാക്കിയെല്ലാം ഓക്കെ ആയിട്ട് കിട്ടി. അത് മാത്രം ഒന്ന് സൂക്ഷിച്ചാൽ മതി. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ റാപ്പ് ചെയ്ത് ഞാൻ വെച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.